ചാലക്കുടി അതിരപ്പള്ളിയെ കണ്ണൻകുഴിയിൽ ഒറ്റയാൻ കാർ ആക്രമിച്ചു. കണ്ണൻകുഴി സ്വദേശി അനിലിന്റെ കാറാണ് കാട്ടാന തകർത്ത് കളഞ്ഞത്. ഒറ്റയാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുകയാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരുകയാണ്. സൂരജ് സജി, പറയൂ, യഥാർത്ഥത്തിൽ ഈ അതിരപ്പള്ളി റൂട്ടിൽ യഥാർത്ഥത്തിൽ വാഴച്ചാൽ അതിരപ്പള്ളി ഭാഗത്തൊക്കെ നല്ല കാട്ടാന ആക്രമണം ഉണ്ടല്ലോ. എന്താണ് ലേറ്റസ്റ്റ് വിവരം? എസ്കെൻ, തീർത്തും ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിരപ്പള്ളി കണ്ണൻകുഴി ഭാഗത്ത് വെച്ചാണ് ഈ കണ്ണൻകുഴി സ്വദേശിയായിട്ടുള്ള അനിലിന്റെ കാർ കാട്ടാന ആക്രമിക്കുന്നത്. ഇന്ന് 6:30 സംഭവം. അനില് ഈ അതിരപ്പള്ളിയിൽ നടക്കുന്ന ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ആളുകളുമായി അതിരപ്പള്ളിയിലേക്ക് വരികയായിരുന്നു. അതിനിടയിലാണ് ഈ കണ്ണൻകുഴിയിൽ വെച്ച് റോഡിൽ കാട്ടാന നിലയുറപ്പിച്ച സ്ഥിതിയിൽ കാണുന്നത്. പക്ഷേ ഈ കാറ് പുറകോട്ടെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കാട്ടാന ഓടി വന്ന് ഈ കാർ ആക്രമിക്കുകയായിരുന്നു. ആ കാറ് ആക്രമിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മറ്റൊരു കാറിലുണ്ടായിരുന്ന ആളുകൾ പകർത്തുകയായിരുന്നു. അതായത് ഈ റോഡിന് രണ്ട് വശത്തും ഫെൻസിങ് അടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആന ഈ റോഡിലൂടെ നടന്നു വരുന്നു. ആ സമയത്ത് കാറ് വരുന്നു. ഈ ഫെൻസിങ് ഉള്ളതുകൊണ്ട് ആനയ്ക്ക് റോഡിനരികിലേക്ക് മാറാനൊന്നും കഴിയുന്നില്ല. പക്ഷേ ആനയും പരിഭ്രാന്തിപ്പെടുന്നു. മുന്നിൽ ഒരു കാറ്, രണ്ട് സൈഡിൽ ഫെൻസിങ്ങും. ഇതോടുകൂടി ആന ഈ കാറിന് നേരെ പാഞ്ഞെടുക്കുകയും കൊമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ കാറിൽ കുത്തുകയുമായിരുന്നു. അതിനുശേഷമുള്ള കാറിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. എസ്കെൻ, അതിലും ഗുരുതരം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ആന റോഡിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കണ്ണൻകുഴി മേഖല തീർത്തും ജനവാസ മേഖലയാണ്. അവിടെ കടകളുണ്ട്, സാധാരണക്കാരായുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ 6 മണിയായി കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾ അടക്കം വരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ അടിയന്തരമായി ആനയെ ഈ മേഖലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരാകട്ടെ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ആന ഈ ആക്രമണത്തിന് ശേഷവും റോഡിൽ നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.